കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 6ാം വളവിൽ നവീകരണത്തിനിടെ കൊക്കയിലേക്ക് മറിഞ്ഞ ഹിറ്റാച്ചി ഉയർത്താനായില്ല. ദൌത്യം താൽക്കാലികമായി നിർത്തി. അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. താമരശ്ശേരി ചുരത്തിലെ 6ാം വളവിലാണ് വലിയ തരത്തിലുള്ള അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്നവർക്കറിയാം, ഈ 6ാം വളവിൽ വീതി കുറഞ്ഞ സ്ഥലമാണ്. വലിയ തലത്തിൽ ട്രാഫിക് ബ്ലോക്കുകൾ അടക്കം ഉണ്ടാകുന്നു. നീണ്ട മണിക്കൂറിൽ നേരത്തെ ബ്ലോക്കുകളൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് റോഡിന്റെ ഈ വളവിന്റെ വീതി കൂട്ടുന്ന നിർമ്മാണ പ്രക്രിയകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഹിറ്റാച്ചി ഇവിടെ ഇറക്കുകയാണ്. ഇന്നലെ ഒരു ഹിറ്റാച്ചി ഇറക്കി. ആ ഹിറ്റാച്ചിയാണ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആ ഹിറ്റാച്ചി ഉയർത്തുവാനുള്ള നടപടിക്രമങ്ങളാണ് ഈ കരാർ കമ്പനിയും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പും എടുക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ബേപ്പൂരിൽ നിന്നും ഇതിൽ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ ആദ്യം തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവരെ കൊണ്ട് ഇത് ഉയർത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. 300 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ ബാംഗ്ലൂരിലാണ് നിലവിൽ ആ ക്രെയിനുള്ള. ആ ക്രെയിൻ ഒന്നുകിൽ ഇവിടെ എത്തിക്കുക, അല്ലെങ്കിൽ ഇത് പാർട്സ് ആയിട്ട് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. പോലീസും ഇതുമായി ബന്ധപ്പെട്ട വലിയ തലത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഫോറസ്റ്റിന്റെ സ്ഥലമാണ്, ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അത് ഉയർത്താൻ വലിയ സമഗ്രമായ പ്രശ്നമായതുകൊണ്ട് തന്നെ വേണ്ടത്ര മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഗതാഗത നിയന്ത്രണങ്ങളിലൊക്കെ അടക്കം കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ ഈ ദൗത്യം തുടങ്ങാൻ പാടില്ല എന്നാണ് പോലീസിന്റെയും നിലപാട്. അവർ പറഞ്ഞത് നമ്മൾ വിചാരിച്ചപ്പോൾ ഒന്നും ചെയ്യാനായി വിചാരിച്ചത്, ആളുകളൊക്കെ താഴത്തുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ചപ്പോഴും ചെയ്യാൻ പറ്റില്ല. റോഡിന്റെ പ്രശ്നവും നമ്മൾ കമ്പനിന്റെ സാങ്കേതിക ഒരിതൊക്കെ കിട്ടാണ്ട്, പെർമിഷനൊക്കെ കിട്ടാണ്ട് അന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് തൽക്കാലം മാറ്റി വെച്ചേക്ക്. പിന്നൊരു ദിവസം നമ്മൾ അറിയിക്കും ഈ പണി തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടി എന്താ പറയുക, ഇത് കുറച്ച് ഡേഞ്ചർ വർക്കാണ്. ഈ കൈവരികൾ തകർത്തുകൊണ്ടാണ് ഹിറ്റാച്ചി താഴേക്ക് മറിഞ്ഞത് എന്നുള്ളതും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന 6ാം വളവിലും ഈ സമാനമായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വീതി കൂട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങിയത്. താമരശ്ശേരി ചുരത്തിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.